Hello friends, welcome to Sanu Sinu Life. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇതിൻ്റെ എപ്പിസോഡായി അതായത് VN വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസും അതുപോലെ തന്നെയുള്ള മെയിനായിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഓരോ വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളുടെ ആ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തവരാണെങ്കിൽ ഉടനെ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ടുള്ള ഇൻസ്റ്റാളിങ്ങും അതുപോലെയുള്ള സ്റ്റെപ്സും അതുപോലെ പലതരത്തിലുള്ള ആനിമേഷൻസും സ്റ്റെപ്പും ടെക്സ്റ്റ് മെസ്സേജും മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിന് മുകളിലുള്ള ടൂൾസും അതുപോലെ തന്നെ സൈഡിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ ആ ഒരു വീഡിയോയിലാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തിലുള്ള മെയിൻ ടൂൾസുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഒത്തും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ, അതായത് നമ്മളുടെ ഈ ഒരു ന്യൂ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു വീഡിയോ ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒറ്റൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. ഈ ഒരു ഒറ്റൊരു വീഡിയോയിൽ തന്നെ 3 വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിൽക്കുന്നത് യൂട്യൂബ് സൈസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഏത് സൈസിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് കിടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് സൈസിലാണ്. അതായത് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആ ഒരു സൈസിലായിരിക്കും ആ ഒരു വീഡിയോ കിടക്കുന്നത്. സോ എനിക്ക് എങ്ങനെ മാറ്റണമൊക്കെ അവിടെ ചേഞ്ച് ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. സോ എന്തായാലും നമുക്ക് കാര്യങ്ങളിലായിട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഷേപ്സ്, അതായത് ഫസ്റ്റത്തെ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ, അതായത് നമ്മൾ ഏത് സംഭവം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്നും ചെയ്യില്ല. ഇപ്പോൾ നൈറ്റിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ എനിക്ക് ഏകദേശം കുറച്ച് ലൈറ്റ്, അതായത് ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് അതിൽ കൂട്ടണമെങ്കിൽ നമ്മൾ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരല്ലേ. അപ്പോൾ ഒരു വീഡിയോസിൻ്റെ ഒക്കെ മെയിൻ, അതായത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും റീല് കാര്യങ്ങളൊക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഫിൽറ്ററേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഓൾ എന്നുള്ള സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റൊരു വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈ, അതായത് എയറോപ്ലെയിനിൽ നിന്ന് അടിയിലേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു ഇത്, അതായത് എർത്തിലേക്ക് കാണുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഫിൽറ്റർ ചെയ്ത്, അതായത് ഇപ്പോൾ ഇതൊരു ബ്ലൂ കളറിലാണ് അടിയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇതെനിക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂവിലേക്ക് മാറ്റാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ടൂൾ, അതായത് ഇനി അടിഭാഗത്തിലുള്ള എല്ലാ ടൂൾസുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഫിൽറ്റേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആ ഒരു വ്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നതിനുള്ള ഓപ്ഷൻസാണ് ഒറിജിനൽ. ഇപ്പോൾ ഓൾറെഡി ഇതിലാണ് കിടക്കുന്നത്. എനിക്ക് മാറ്റാൻ A1 എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള മോഡൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പലതരത്തിലും നമുക്ക് എങ്ങനെയാണ് വേണ്ടതുള്ള ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്താലും അതിനുള്ള പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വേണ്ടത് ജസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് കാര്യങ്ങളൊക്കെ. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ഡാർക്കായിട്ട് തോന്നില്ല. ഇതൊക്കെ നമുക്ക് ഇനി എത്ര ബെറ്റർ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലിലേക്ക് തന്നെ പോവുക. അതായത് ഓൾറെഡി നമ്മളുടെ ഏത് ഇതിലാണ് നിൽക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഇവിടെയുള്ള ഇപ്പോൾ ഫിൽറ്റേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ഞാൻ ആദ്യത്തെ ആ ഒരു മോഡലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇത്, അതായത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇനി കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഹൈയും, അതായത് ബ്രൈറ്റ്നെസ് കൂട്ടണം, കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസിലേക്ക് വരിക. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫിൽറ്റേഴ്സാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസും ഇതിലുണ്ട്. അതായത് കുറേ ഓപ്ഷൻസ്, അതായത് നമുക്ക് ഇനി ബ്രൈറ്റ്നെസ് എന്നുള്ള ഇത് വരികയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കൂട്ടാൻ കാര്യങ്ങളായിട്ടും ജസ്റ്റ് ഞാൻ ബ്രൈറ്റ്നെസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓവർ ബ്രൈറ്റ്നെസ് കാര്യങ്ങളായി. ഇനി അത് കുറക്കണമെങ്കിൽ ജസ്റ്റ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇരുട്ട് ആയിട്ടുള്ള ഒരു മങ്ങിയ പോലെ. ഇനി അത് നിങ്ങൾ പറ്റ കുറക്കണമെങ്കിൽ ഇതാ ഈ ഒരു ഓപ്ഷൻസിന് നിങ്ങൾ കിട്ടും. പലതരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ എർത്തന്നെ കാണുന്നില്ല. എനിക്ക് ആ ഓൾഡ് മോഡൽ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു റോങ് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾഡ് മോഡലായത്, അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അത് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കളേഴ്സ് ആയിട്ടുള്ള കളർ മോഡൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അത് ജസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു സ്കൈ ബ്ലൂ തന്നെ. സോ അങ്ങനെ എനിക്ക് ഏത് മോഡലാണ് വേണ്ടത് ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ വൈറ്റ് കളറായി. അങ്ങനെ ഒരുപാട് ഇപ്പോൾ 3D മോഡൽ, 4K മോഡൽ, അങ്ങനത്തെ പലതരത്തിലുള്ള മോഡൽസും നമുക്കിവിടെ ആഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് ഇനിയിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് ടിക്ക് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ള എല്ലാ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എല്ലാ വീഡിയോസിലും അത് ഇവിടെ വരുന്നതായിരിക്കും, 3 വീഡിയോസുകളും. സോ ഞാൻ സെലക്ട് ചെയ്ത 3 വീഡിയോസിലും അത് വന്നിട്ടുണ്ട്. ഇനിയൊക്കെ ആ ഒരു വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ ജസ്റ്റ് അതിനുള്ള ഒരു ടൂൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ നമ്മൾ ഫിൽട്രേഷനുള്ള ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിനും വേണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും പറഞ്ഞ പോലെ ടു ഓൾ എന്ന് കൊടുത്താൽ മതി. അതായത് ഇതിന് ഒന്നിൽ കൂടുതൽ മുകളിലുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ ടു ഓൾ എന്ന് കൊടുത്താൽ എല്ലാത്തിലും ഒരേ കണക്കിലുള്ള ബ്രേക്ക്നെസ് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ യൂട്യൂബിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരേ ബ്രേക്ക്നെസ് ആവില്ല, മറ്റും പലതരത്തിൽ ബ്രേക്ക്നെസ് ആകുമ്പോൾ പല മോഡൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒറ്റ ബ്രേക്ക്നെസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ടു ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഒറ്റ വീഡിയോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് മാത്രം വരുന്നതാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻസ്, അതായത് ഫിൽറ്റേഴ്സിൻ്റെ അടുത്ത് വരുന്ന ഓപ്ഷൻസ് ആണ് ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റിങ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു സിസ്റ്റം, അതായത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോൻ്റെ ഫുള്ളായിട്ട് എനിക്ക് സ്പീഡും അതുപോലെ തന്നെ സ്ലോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ജസ്റ്റ് ഇപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് ഇത് മതിയെന്നുള്ള ഓപ്ഷനിലാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് എന്നുള്ളത് കൊടുത്തു കഴിയുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് എത്ര മാത്രമാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇതിൽ ഒന്നിൽ കൂടുതൽ വീഡിയോസൊക്കെ ആണെങ്കിൽ അതൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ കുറച്ച് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് അടുപ്പിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഇനി ഞാൻ ചെറുതാക്കി ടിക്ക് എടുത്തു കഴിഞ്ഞാൽ അത്ര ചെറുതായി ആയിരിക്കും അവിടെ കാണാൻ പോകുന്നത്. ഇനി ഞാൻ കുറച്ച് ലെങ്താക്കി കൊടുക്കുകയാണെങ്കിൽ അത്ര ഇതിലായിരിക്കും കിട്ടൽ. സോ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഇത് ഇപ്പോൾ ഈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സ്പീഡ് നമ്മൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് സ്പീഡ്, അതായത് ഇപ്പോൾ ലെങ്ത്തായി തോന്നും. ഇനി നമ്മളിവിടെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു വിൻഡോയിൽ ചെറുതായി കാണും. അങ്ങനത്തെ ഒരു ഓപ്ഷൻസാണ്. അതായത് നമുക്ക് ഇതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു വീഡിയോസിലേക്ക് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് ഭാഗങ്ങളിലായിരിക്കും, അതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ സ്പീഡോ നമ്മളെ സെക്കൻഡ് കുറക്കാനോ കൂട്ടാനൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഇത്ര കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ചെറുതായിരിക്കും കാണാൻ. ഇനി ഞങ്ങൾ കൂട്ടണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തായി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇതായി കിട്ടും. സോ അതായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടാവും. അതായത് നമ്മൾ ആദ്യത്തെ ഓൾഡ് മോഡലിൽ നിന്ന് വരുന്നത്. സോ എല്ലാ വീഡിയോസും ഇതിൽ കവറിങ് ആയിരിക്കും. സോ ഞാൻ ഫുള്ളും ഇതെടുക്കുന്നുണ്ട്, കാരണം നമ്മളൊരു വീഡിയോ ആയിട്ടാണ്. സോ ആ ഒരു ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് സെക്കൻഡും നമ്മളുടെ ഹൈ സെക്കൻഡും അല്ലെങ്കിൽ ലോ സെക്കൻഡ്, അതായത് നമ്മൾ നമ്മൾ സെറ്റിങ്സ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു വിൻഡോയിൽ വീഡിയോസ് അത്ര ചെറുതായിരിക്കും. കാരണം നമുക്ക് ആ മറ്റ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു സ്ലോ ആയിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി വാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻസ്, അതായത് ഈ ഒരു വീഡിയോ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പലതരത്തിലും വീഡിയോസ് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസാണ്. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫസ്റ്റ് ആ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഒരു വീഡിയോയിൽ നിന്ന് മറ്റു വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിത് ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പലതരത്തിലും നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വരെ വേണ്ടി അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെ ഈ ഒരു വീഡിയോസ് ഇതാവും. ഇനി അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം, പ്ലേ കൊടുത്താൽ മതി. സോ ഇതുപോലത്തെ ആയിരിക്കും. അതായത് നമ്മൾ ഒരു ഫസ്റ്റ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിലേക്ക്, അതായത് ഇൻട്രോ കഴിഞ്ഞിട്ടൊരു ന്യൂ വീഡിയോയിലേക്ക് ആഡ് പോകുമ്പോൾ അവിടെ നമുക്ക് കൊടുക്കേണ്ട ഒരു ആനിമേഷൻസ് പോലെയുള്ള ഒരു മോഡലാണ്. ഇവിടെ പലതരത്തിലുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് 4, അതായത് ഒന്ന് തന്നെ നിങ്ങൾക്ക് 4 ഇതാക്കി എടുക്കാനും 8 സൈസിലാക്കി എടുക്കാനും അത് പലതരത്തിലും. ഇനി നിങ്ങൾക്ക് അത് മഴ പെയ്യുന്ന മോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും പലതരത്തിലും നിങ്ങൾക്ക് മോഡ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അമർത്തി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ഇനി മഴൻ്റെ ഒരു ഓപ്ഷൻസ് ആണെങ്കിൽ അത്ര മഴ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവൈലബിൾ കിട്ടുന്നത്. സോ അതുപോലെ തന്നെ പലതരത്തിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പല മോഡലും ഇവിടെ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു മഞ്ഞ് രൂപുന്ന പോലുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇത് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് ഉണ്ട്, അതായത് ത്രില്ല് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ വരേണ്ട ഒരു ആനിമേഷനാണ്. ഈ സ്റ്റാർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സ്റ്റാർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ഒരു സാധനം അതിലേക്ക് സേവ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഓൾറെഡി ആ ഒരു സംഭവം ഫസ്റ്റ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇനി ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് അവിടെ ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. സോ ഇതിനുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ, അതായത് ഫിൽട്രേഷൻ പറയുമ്പോൾ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത ഒരു ടൂൾസാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.
അതായത് കട്ടിങ്, അതായത് നമുക്ക് ഏത് ഭാഗത്താണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് കട്ടിങ് എന്നുള്ള, അതായത് ഈ ഒരു ലൈൻ, വൈറ്റ് ലൈൻ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ഏത് ഭാഗത്താണ് കട്ട് ചെയ്യാനും ഏത് വീഡിയോസാണ് ഡിലീറ്റ് ചെയ്യാനും ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു ലൈൻ സൂചിക്കുന്ന ഒരു ലൈനാണ് ഈ ഒരു ലൈൻ. ഇത് മെയിൻ ലൈനാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് യെല്ലോ കളറിൽ ഇത് കത്തിഞ്ഞ്. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വന്നാൽ ഈ ഒരു ഫോട്ടോസിൻ്റെ അടുത്ത് വന്നാൽ ഈ ഒരു ഫോട്ടോ ഒരു യെല്ലോ കളറിലായിട്ടൊരു ബോർഡ് കാണും. അപ്പോൾ ഏത് ഭാഗത്താണ് ബോർഡ് വേണമെങ്കിൽ അവിടെ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള 3 വീഡിയോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഇവിടെ നിന്നാണ് ആ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ വീഡിയോ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇവിടെ സിസ്റ്ററിൻ്റെ, അതായത് കട്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്ന് കട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ എനിക്ക് 2 സെപ്പറേറ്റ് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ, ജസ്റ്റ് ഈ ഒരു വീഡിയോ. സോ ഇവിടെ ഞാൻ ആനിമേഷൻസിൻ്റെ ഈ ഒരു മോഡ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞാൻ ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ ആ ഒരു പെട്ടെന്ന് കാണുന്ന ആ ഒരു ഇതില്ല, കാരണം ഇത് സെപ്പറേറ്റ് വീഡിയോസുകളാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു വീഡിയോസ് അങ്ങനെ കട്ട് ചെയ്യാനുണ്ട്. സോ ഇതാണ് എനിക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ടോട്ടൽ 3 വീഡിയോസ് ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 വീഡിയോസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ വീഡിയോ എനിക്ക് ഫ്ലൈയിങ്ങിൻ്റെ വീഡിയോൻ്റെ മുന്നിൽ എത്തിക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ മുന്നിലെത്തും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് മുന്നിലോ ഇങ്ങനെ നമ്പർ വൈസ് ഓർഡർ വൈസിൽ ജസ്റ്റ് ഓർഡർ റോങ് ആയിട്ടുള്ള മോഡലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ. സോ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗങ്ങൾ, ഇപ്പോൾ വീഡിയോ മ്യൂസിക് ആയാലും ടെക്സ്റ്റ് മെസ്സേജും ഇപ്പോൾ വീഡിയോസ് ആയാലും നമുക്ക് 2 രൂപത്തിൽ ഡിലീറ്റ് ചെയ്യാം. ഒന്ന് അത് പ്രസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഞാൻ വീഡിയോസ് ഈ മ്യൂസിക് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ടൂൾസ് ബാറിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ സൈഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. 2 ടൂൾസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈൻ കാണുന്നുണ്ട്. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മളുടെ വീഡിയോസിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് വീഡിയോസിൽ നമുക്ക് ആനിമേഷനും ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളും പിന്നെ നമുക്ക് സൂം ചെയ്യേണ്ടതും, അതായത് സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ലൈന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സ്പീഡ്, വോളിയം, ഫാറ്റ്, അങ്ങനത്തെ പോലെ കട്ട്, കോപ്പി, അതായത് നമുക്ക് ഏത് ഭാഗങ്ങളാണ് വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസുകളും അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസുകളാണ് പിന്നെ വരുന്നത്. സോ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്കും കാണിക്കുക, കാരണം നമ്മൾ വീഡിയോസൊക്കെ ലെങ്ത് വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു സ്പീഡിനെ കുറിച്ചുള്ള ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുള്ള ഓപ്ഷൻസാണ് ഇതിൽ വോളിയത്തിനപ്പുറത്ത് എടുക്കുന്ന പൗണ്ട് എന്നുള്ള ഓപ്ഷൻസ് എടുക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറ് എക്സാമ്പിൾസ് ആയിട്ട് ഒരു കാർ സ്പീഡ് വന്ന് അത് എനിക്ക് പെട്ടെന്ന് ആ ഒരു കാറിനെ ഇപ്പോൾ സ്പീഡ് വന്ന കാർ എൻ്റെ അടുത്ത് എത്തുന്ന മുന്നേ സ്ലോ ആയിട്ട് പിന്നെ സ്പീഡിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എക്സാമ്പിൾസ് ആണ്. അത് പെട്ടെന്ന് വന്നത് നിന്ന് സ്ലോ ആയിട്ട് ഒന്ന് സ്പീഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. സോ അതിനുള്ളൊക്കെ കാര്യങ്ങളും ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണിക്കില്ല. സോ ഇപ്പോൾ നമ്മൾ അടിയിലുള്ള ഒത്തിരി ടൂൾസുകൾ കാര്യങ്ങളും നമ്മളെല്ലാം ഒത്തിരി എങ്ങനെയാണ് നമ്മളെ ഫിൽറ്റേഴ്സും അതുപോലത്തെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ അടുത്തൊരു വീഡിയോയിലായിരിക്കും നമ്മളുടെ ഇതിനുള്ള മെയിൻ ബേസിക് ആയിട്ടുള്ള സ്പീഡ് അതുപോലത്തെ ആനിമേഷൻസ്, അതായത് സ്ലോ സ്പീഡും അതുപോലെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സൂമിങ്ങും, ഇത് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. മറ്റേ ആപ്പിനെ പോലും അപേക്ഷിച്ച് ഈ ആപ്പിൽ ഒരുപാട് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ വാട്ടർമാർക്ക് ഈ ഒരു ആപ്പിലില്ല. അതുപോലെ തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സ്പോർട്ട്, അതായത് എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എക്സ്പോർട്ട് എന്നുള്ള ആരോ മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് MB-യിലാണ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, SBS അതായത് FBSലുള്ള ഏത് ഇതിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓൾറെഡി ഈ ഒരു വീഡിയോ ഏത് MB-യിലാണ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അടിയത്തെ എക്സ്പോർട്ടിന് മുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏത് ഇതിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഇതിലാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ വീഡിയോ വേണോ, MB കൂടുതൽ വേണോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിന് അനുസരിച്ചാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ, അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൂൾസുകളൊക്കെയാണ്. ഇനിയുള്ള ടൂൾസുകളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്കും കാണിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.